പ്രൈസ് ലോർഡ്. നമുക്ക് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം വായിക്കാം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. യെരമ്യ പ്രവാചകൻ എഴുതിയ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ് നാം വായിച്ചത്. യെരമ്യ പ്രവാചകൻ യെരുശലേമിനെ ഓർത്ത് അവൻ വിലപിക്കുകയാണ്, അവൻ കരയുകയാണ്. യെരുശലേമിന്റെ നാശത്തിൽ മനമുരുകി അലമുറയിടുന്ന യെരമ്യ പ്രവാചകന്റെ അഞ്ച് ശ്ലോകഗാനങ്ങളാണ് വിലാപങ്ങളുടെ പുസ്തകം. 5 അധ്യായമാണ് അതിലുള്ളത്. അതായത് 1-ാം അധ്യായവും 1, 2, 4, 5 അധ്യായത്തിൽ 22 വാക്യങ്ങൾ വീതമാണ് ഉള്ളത്. 3-ാം അധ്യായത്തിൽ മാത്രം 66 വാക്യങ്ങളുമുള്ള ആണ് യെരമ്യ പ്രവാചകന്റെ വിലാപങ്ങളുടെ പുസ്തകം. ഹല്ലേലൂയ. ദുഃഖത്തിലെങ്കിലും ദൈവത്തിന്റെ വിശ്വസ്തത വലുത് എന്ന പ്രഖ്യാപനത്തിലൂടെ താൻ ആശ്വസിക്കുകയാണ്. ഇസ്രായേൽ മക്കള്, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളുടെ അവരുടെ ദുഃഖത്തിലെങ്കിലും ദൈവത്തിന്റെ ആ വലിയ വിശ്വസ്തത അത് വലുതാണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയാണ് യെരമ്യ പ്രവാചകൻ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ കുറ്റപ്പെടുത്താതെ ഹല്ലേലൂയ അവരുടെ ദുഃഖത്തിൽ യെരമ്യ പ്രവാചകൻ പങ്കുചേരുകയാണ്. AD 70-ാം ആണ്ടിൽ റോമൻ സൈന്യം യെരുശലേമിനെ നശിപ്പിച്ചതിന് ശേഷം അവരെ ആ ഇസ്രായേൽ മക്കളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോവുകയാണ്. ഈ അടിമകളായി പിടിച്ചുകൊണ്ടുപോയ അവരെ ഓർത്ത് യെരമ്യ പ്രവാചകൻ വിലപിക്കുകയാണ്. ഹല്ലേലൂയ. യെരുശലേമിന്റെ നാശത്തെക്കുറിച്ച് 40-ൽ പരം വർഷം മുന്നറിയിപ്പ് നൽകിയ യെരമ്യ പ്രവാചകൻ, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ നാശത്തെ പറ്റി 40-ൽ വർഷം ദൈവം യെരമ്യ പ്രവാചകനിലൂടെ അവരോട് സുവിശേഷം പ്രഖ്യാപിച്ചു. നിങ്ങൾ തിരിഞ്ഞു വരണം, അല്ലെങ്കിൽ ഇസ്രായേലിനെ ദൈവം നശിപ്പിച്ചു കളയും. ഹല്ലേലൂയ, നിങ്ങളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ടും അവരാരും തിരിഞ്ഞു വന്നില്ല. ഹല്ലേലൂയ. അതിനുശേഷം റോമൻ സൈന്യം, ഹല്ലേലൂയ, അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അവരെ അടിമകളാക്കി കൊണ്ടുപോകുകയും ചെയ്യുകയാണ്. യഹൂദ ജനത്തെ തടവിലായിപ്പോൾ അവരെ അവഹേളിക്കാതെ, ഹല്ലേലൂയ, അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന്, ഹല്ലേലൂയ, യെരമ്യ പ്രവാചകൻ വിലപിക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ മനസ്സലിവ്. ഹല്ലേലൂയ. സ്വന്തം ജനത്തെ തിരിഞ്ഞു വരണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ദൈവം അതിനുവേണ്ടി പ്രവാചകന്മാരെ അയച്ചു. ദൈവത്തിന്റെ വചനം അവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ അവർക്ക് തിരിഞ്ഞു വരുവാൻ മനസ്സില്ലാതിരുന്ന അവരെ റോമൻ സൈന്യം വന്ന് അവരെ ആക്രമിച്ച് കീഴടക്കുകയും, ഹല്ലേലൂയ, അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തപ്പോൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് യെരമ്യ പ്രവാചകൻ ദുഃഖിക്കുന്നതാണ് നാം വായിച്ച വാക്യം. ഹല്ലേലൂയ. ദൈവത്തോടുള്ള അനുസരണക്കേട് ആപത്താണ്. ദൈവം നമ്മോട് പറയുന്നത് നാം അനുസരിച്ചില്ലെങ്കിൽ അത് ആപത്താണെന്നും, ഹല്ലേലൂയ, അതേസമയം ദൈവജനത്തിന്റെ കഷ്ടത ദൈവത്തിന് ദുഃഖകരമാണെന്നുമാണ് യെരമ്യ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിനോടുള്ള അനുസരണക്കേട് ആപത്താണ്. ദൈവം നമ്മോട് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ അതിന്റെ ശിക്ഷ നമ്മുടെ ജീവിതത്തിൽ വരും. അത് ആപത്താണെന്നും, ഹല്ലേലൂയ, അതേസമയം ദൈവജനം എങ്കിലും നമ്മൾ കഷ്ടത അനുഭവിക്കുന്നു കാണുമ്പോൾ അവന് മനസ്സലിവ് ഉണ്ടാകുന്നു. അങ്ങനെ മനസ്സലിവുള്ളവ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആൻഡ് ഹിസ് കമ്പാഷൻ നെവർ ഫെയിൽ. അവന്റെ ആ കമ്പാഷൻ ഉണ്ടല്ലോ, അത് ഒരിക്കലും ഫെയിലാകുകയില്ല എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ആൻഡ് അവന്റെ ഫെയ്ത്ത്ഫുൾനെസ്, അവന്റെ വിശ്വസ്തത, ഹല്ലേലൂയ, അത് വലുതാണ്. ഹല്ലേലൂയ. അവന്റെ സ്നേഹം അതും വലുതാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. ദൈവവചനം സങ്കീർത്തനത്തിൽ 30-ാം അധ്യായം 5-ാം വാക്യത്തിൽ
ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ദൈവം നമ്മോട് കോപിക്കും. ആ കോപങ്ങളുണ്ടല്ലോ അത് ക്ഷണനേരത്തേക്കേ ഉള്ളൂ. ഹല്ലേലൂയ. അവന്റെ പ്രസാദമോ എത്രയാണ് ജീവൻ. നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ ദൈവത്തിന്റെ വേണ്ടി നമ്മൾ വേല ചെയ്യുന്നു എങ്കിൽ, ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിച്ചു ജീവിക്കുന്നുവെങ്കിൽ ജീവപര്യന്തം അവന് പ്രസാദമാണ്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന രാപാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഹല്ലേലൂയ. യഹോവേ, നിന്റെ ദയ ആകാശത്തോളം നിന്റെ വിശ്വസ്ത മേഘങ്ങളോളം എത്തുന്നു. നിന്റെ ദയ ആകാശത്തോളം, ദൈവത്തിന്റെ ദയ ആകാശത്തോളമാണ്, അവന്റെ വിശ്വസ്ത മേഘങ്ങളോളമാണ്. നീയോ കർത്താവേ, കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു. ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയുമുള്ള ദൈവം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. ഹല്ലേലൂയ. നീ കൃപയും കരുണയും നിറഞ്ഞ ദൈവമാണ്. ഹല്ലേലൂയ. അതാണ് യെരമ്യാ പ്രവാചകൻ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ വിശ്വസ്തത അത് വലുതാണ്. 40 വർഷക്കാലം യെരമ്യാ പ്രവാചകൻ ഇസ്രായേലിന്റെ തിരിച്ചു വരുവാൻ വേണ്ടി ഹല്ലേലൂയ അവിടെ ചെന്ന് പ്രസംഗിക്കുകയും, പക്ഷേ ആർക്കും തിരിഞ്ഞു വരുവാൻ ഒരു മനസ്സലിവ് ഉണ്ടായില്ല. നീതിമാനായ നോഹ വളരെ വർഷങ്ങൾ ഹല്ലേലൂയ പ്രസംഗിച്ചു. മക്കളെ, നിങ്ങൾ തിരിഞ്ഞു വരണം, ദൈവത്തിന്റെ വചനം അനുസരിക്കണം, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം, നിങ്ങളുടെ ദുഷ്ടതകളിൽ നിന്ന് തിരിഞ്ഞ് ഹല്ലേലൂയ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണമെന്ന് ഹല്ലേലൂയ നീതിമാനായ നോഹ വളരെ വർഷങ്ങൾ പ്രസംഗിച്ചു. പക്ഷെ ആരും തിരിഞ്ഞു വന്നില്ല. ദൈവം അവരെ നശിപ്പിച്ചു. ഹല്ലേലൂയ. ദൈവം ആ ദേശത്തെ നശിപ്പിച്ചു. പക്ഷേ വീണ്ടും ദൈവം പറയുകയാണ്, ഇനി വെള്ളം കൊണ്ട് ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം അനുദപിക്കുകയാണ്. ജനങ്ങൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് അനുതാപമുണ്ടായി. ദൈവമക്കളെ, നമ്മളോട് ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ വചനത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു വരണം, ദൈവത്തിന്റെ മുഖത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു വരണം. അങ്ങനെ തിരിഞ്ഞു വന്നില്ലെങ്കിൽ ദൈവം നമ്മെ അടിക്കും. ആ അടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരിക്കും. ദൈവമക്കളെ, നമ്മൾ അങ്ങനെ ഒന്നും ഹല്ലേലൂയ വഴിതെറ്റി പോകാതെ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചു വേണം. അവന്റെ വചനങ്ങൾ നമ്മൾ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങാതെ ഹല്ലേലൂയ അവനിൽ ആശ്രയിച്ച് നാം ജീവിക്കണം. അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകൻ പറയുന്നത്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. ഹല്ലേലൂയ. നാം പലപ്പോഴെങ്കിലും മുടിഞ്ഞു പോകേണ്ടതാണ്. നമ്മുടെ ചെയ്തികൾ ഓർത്ത് നാം ദൈവത്തിൽ നിന്ന് അകന്ന് ഹല്ലേലൂയ ദുഷ്ടപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ചെയ്തപ്പോൾ നമ്മുടെ സന്തതി പരമ്പരകള് നമ്മളൊക്കെ മുടിഞ്ഞു പോകേണ്ടതാണ്. പക്ഷേ നാം മുടിഞ്ഞു പോകാതെ യഹോവയുടെ അവന്റെ ദയയാണ് നമ്മെ ഓരോ ദിവസവും നടത്തുന്നത് എന്ന് യെരമ്യാ പ്രവാചകൻ അവൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. അവൻ വളരെ കരുണാവനായ ദൈവമാണ്. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്ത വലുതുമാകുന്നു. എന്നും രാവിലെ നമുക്ക് അവന്റെ കരുണ, പുതിയ കരുണ അവന്റെ ദൈവം നമുക്ക് തരികയാണ്. ആ ദൈവം നമ്മോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് നാം ഈ പ്രപഞ്ചത്തിൽ നാം നിലനിൽക്കുന്നത്. അവന്റെ വിശ്വസ്ത വലുതാകുന്നു. യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു. അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വെക്കുന്നു. ദൈവമാണ് എന്റെ ഓഹരി, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വെക്കുന്നു എന്ന് യെരമ്യാ പ്രവാചകൻ തന്റെ വിലാപ ഗാനം എഴുതിയപ്പോൾ പറയുകയാണ്. തന്നെ കാത്തിരിക്കുന്നവർക്ക്, തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവനാണ്. യഹോവയെ നമ്മൾ കാത്തിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അവൻ നല്ലവനാണ്. അവന്റെ ദയ എന്നേക്കുമുള്ളതാണ്. അതിന് മാറ്റമില്ലാത്ത ദയയാണ്. മാറ്റമില്ലാത്തവനാണ് ദൈവം. ഹല്ലേലൂയ. ആ ദൈവം നമ്മെ ജീവപര്യന്തം കാക്കുവാൻ ഹല്ലേലൂയ കഴിവുള്ളവനാണ്, വിശ്വസ്തനാണ് എന്ന് യെരമ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ഉടനീളം കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും പ്രവർത്തിക്കാതെ ജീവിപ്പിക്കണമെന്ന് ഹല്ലേലൂയ യെരമ്യാ പ്രവാചകൻ വിലാപങ്ങളുടെ പുസ്തകത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രായേലിന്റെ നാശത്തെ മുൻകൂട്ടി കണ്ട് 40 വർഷത്തോളം ഇസ്രായേലിന് തിരിഞ്ഞു വരുവാൻ വേണ്ടി പ്രസംഗിച്ചിട്ടും ആരും തിരിഞ്ഞു വരാതിരുന്നിട്ട് അവരെ റോമാ സൈന്യത്തെ അയച്ച് ഹല്ലേലൂയ
അവരെ പീഡിപ്പിക്കുകയും അവരെ അടിമകളായി കൊണ്ടുപോവുകയും ചെയ്ത് ശേഷം അവർക്ക് ഉള്ള കഷ്ടതകൾ കണ്ട് യിരെമ്യാ പ്രവാചകൻ അവരെ കുറ്റപ്പെടുത്തിയില്ല, ഇസ്രായേൽ മക്കളെ കുറ്റപ്പെടുത്തിയില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലല്ലോ, ദൈവത്തിന്റെ വചനം നിങ്ങൾ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് യിരെമ്യാവ് ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ കുറ്റപ്പെടുത്തിയില്ല. അവർക്കോടൊപ്പം വിലപിക്കുന്ന ഒരു യിരെമ്യാവിനെയാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേൽ മക്കളോടുള്ള ദൈവത്തിന്റെ ആ വലിയ സ്നേഹം കണ്ടോ, എബ്രഹാമിന്റെ സന്തതി പരമ്പരകള്, ഇസാക്കിന്റെ സന്തതി പരമ്പരകളോട് ദൈവത്തിനുള്ള ആ സ്നേഹം കണ്ടോ. 1000 തലമുറയോട് അവൻ വിശ്വസ്തത കാണിക്കുന്ന, അവൻ ദയ കാണിക്കുന്ന ദൈവമാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതയാത്രയിലൂടെ നീളം ദൈവത്തിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കി ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ കുറിവാക്യത്തിലേക്ക് വരാം. നമ്മൊടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലോറും പുതിയതും നിന്റെ വിശ്വസ്ത വലുതുമാകുന്നു. നമ്മൾ ഈ ലോകത്തില് ഹല്ലേലൂയ എത്രയോ ജനങ്ങള് ഓരോ ദിവസവും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മൾ മാറ്റപ്പെടാതെ, നമ്മൾ മുടിഞ്ഞു പോകാതെ ഈ പ്രപഞ്ചത്തിൽ നമ്മളെ നിലനിർത്തുന്നത് അവന്റെ ദയയാണ്, അവന്റെ കരുണയാണ്, അവന്റെ വിശ്വസ്തതയാണ്. ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ, ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.